രണ്ടുപേർക്ക് നേപ്പാളോട്ട് പോകാൻ ടിക്കറ്റ് ഒക്കെ സെറ്റാണ്. നേരെ പോക്ക് ഇനി കൂടെ തിരിച്ചു വരിക വേണ്ട. മോനവനോട് കയറി പോയിട്ടോ. നീ ആരടാ? കല്യാണ രാമനാ? ഈ മൊട്ടനില്ലാത്ത പിള്ളേരുടെ കല്യാണം നടക്കാൻ. ഹലോ, അങ്ങനെ ഉപ്പും മുളകും പുത്തൻ പ്രമോല് നമ്മുടെ കേശു ഈ കൂട്ടുകാരെ എങ്ങോട്ടെങ്കിലേക്കും നാട് കടത്താൻ വേണ്ടി നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കേശു ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ വേഗം തന്നെ എങ്ങോട്ടെങ്കിലും സ്റ്റാൻഡ് വിട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ലച്ചു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, നീ ആര് കല്യാണോ രാമനോ? ഈ ചെറുപ്പൻ രണ്ട് പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് നാണോ മാനോ ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു അവിടെ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേശു ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ, അമ്മൂമ്മനോട് പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മയും വന്ന് പറയുന്നുണ്ട്, ഈ നാടകം ഇന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മൂമ്മയും വന്ന് കുറെ ഇവരൊക്കെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ ഈ ചെക്കൻ്റെ അടുത്തോട്ട് വന്നിട്ട് എനിക്ക് ഇവനില്ലാതെ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവർ തമ്മിലുള്ള ഭയങ്കര പ്രണയോട്ടോ. ലാസ്റ്റ് ഈ പെണ്ണിനെയും തപ്പി ഈ പെണ്ണിന്റെ വീട്ടുകാർ വരുവാട്ടോ പാറമട വീട്ടിലേക്ക്. അപ്പൊ കേശു ഇവരെ നൈസായിട്ട് ഒതുക്കി വിടാൻ നോക്കുക. അവര് വന്നില്ല അങ്കിൾ എന്നൊക്കെ പറയുക. അപ്പൊ കൃത്യമായിട്ട് ഈ പെണ്ണ് കേശുവേ എന്ന് പറഞ്ഞ് ഉള്ളിന്ന് വിളിക്കുന്നുണ്ട്. സ്വന്തം മകളുടെ സൗണ്ട് കേട്ടാൽ ഏതൊരപ്പനും മനസ്സിലാകുമല്ലോ. അങ്ങനെ നമ്മുടെ കേശുവിനെ പിടിക്കുന്നുണ്ട് ഗൈസ്. ഇനി ഇവരുടെ തെറ്റിദ്ധാരണയിൽ ഈ പെണ്ണ് കേശുവിൻ്റെ ഒപ്പമാണ് ഒളിച്ചോടി വന്നിരിക്കുന്നതെന്ന് കരുതി ഇവരെ കൊണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്യിക്കോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ തീർന്നു അല്ലേ കൂട്ടുകാരെ. നമ്മുടെ സിദ്ധുവിന് പകരം പുതിയ ഒരാൾ നമ്മുടെ പാറമട വീട്ടിൽ വന്നില്ല എന്ന പരാതി പിന്നെ വേണ്ട. പുതിയ ഒരാൾ ഇതാ വന്നു കഴിഞ്ഞു അല്ലേ. കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.